സർക്കാരിനായി എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന നീതി ആയോഗ് 2030 ശേഷം രാജ്യത്ത് വൈദ്യുത വാഹനങ്ങൾ മാത്രമേ വിൽക്കാനാവൂ എന്നൊരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു. ഇതിനു മുൻപേ നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്ത് ഉൾപ്പെടുന്ന പാനൽ 2025 മുതൽ 150 cc വരെയുള്ള വാഹനങ്ങൾ എല്ലാം ഇലക്ട്രിക് ആയിരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇക്കണോമിക് ടൈംസ് നൽകുന്ന വിവരപ്രകാരം 2030ഓടെ പെട്രോൾ ഡീസൽ വാഹനങ്ങളെ എങ്ങനെ നിരത്തുകളിൽ നിന്ന് തുടച്ചുമാറ്റാം എന്നതിനെപ്പറ്റി പഠനം നടത്താൻ ഗതാഗത ദേശീയപാത വികസന മന്ത്രാലയത്തിനും മറ്റു വകുപ്പുകൾക്കും ചുമതലകൾ നൽകിയിട്ടുണ്ട്. നിശ്ചിത ഹൈവേകളിൽ ബസ്സുകളുടെയും ട്രക്കുകളുടെയും നീക്കം സജ്ജീകരിക്കാൻ റോഡിന് മുകളിലായി വൈദ്യുത ശൃംഖലയിലുള്ള ഈ ഹൈവേകൾ ആരംഭിക്കുവാനും നീതി ആയോഗ് നിർദ്ദേശിച്ചു. 2030ഓടെ 50 ജിഗാവാട്ട് ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കാനും പദ്ധതിയുണ്ട്. മുഴുവൻ വൈദ്യുതവൽക്കരണത്തിനായി വാഹന കമ്പനികൾ നീങ്ങുമ്പോഴാണ് നീതി ആയോഗിന്റെ ഈ നീക്കം. ജപ്പാനീസ്, കൊറിയൻ നിർമ്മാതാക്കൾ മുതൽ തദ്ദേശ നിർമ്മാതാക്കൾ വരെ ഈ മാറ്റത്തിനെതിരെ പ്രതിഷേധത്തിലാണ്. 2030ഓടെ എല്ലാ വാഹന സർവീസ് ദാതാക്കളോടും തങ്ങളുടെ പെട്രോൾ ഡീസൽ വാഹന നിരയെ വൈദ്യുത വാഹനങ്ങളാൽ പുനഃക്രമീകരിക്കാൻ നിർദ്ദേശം നൽകാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയോട് മന്ത്രിസഭ ആവശ്യപ്പെട്ടു. ബാറ്ററി നിർമ്മാണ പ്ലാൻ ആരംഭിക്കുന്നതിനായി നീതി ആയോഗ് സാമ്പത്തിക സഹായങ്ങളും തദ്ദേശികമായി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ സബ്സിഡികളും പ്രഖ്യാപിച്ചു. 100% പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത 1 കിലോവാട്ട് ബാറ്ററിക്ക് നിർമ്മാതാവിന് 2000 രൂപ സബ്സിഡി ലഭിക്കും. 20 ജിഗാവാട്ട് വരെയാണ് പരമാവധി സബ്സിഡി ലഭിക്കുക. ഇന്ത്യ ഒരു മുഴുവൈദ്യുത രാജ്യമായി മാറിയാൽ പ്രതിവർഷം 3 ലക്ഷം കോടി രൂപ ലാഭിക്കാം. അതോടൊപ്പം രാജ്യത്ത് 10 ലക്ഷത്തോളം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാം എന്നാണ് നീതി ആയോഗിന്റെ വിലയിരുത്തൽ.